2023 കോടിക്കണക്കിന് പണം വാരിക്കൂട്ടിയ സമ്പന്നരിൽ ഏറ്റവും മുന്നിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനി. 83,000 കോടി രൂപയാണ് 2023 അംബാനി സമ്പാദിച്ചത്. ബ്ലൂംബർഗ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി $97.1 ബില്യൺ ആണ്. അതായത് 8,80,346 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ അംബാനിയുടെ ലോക കോടീശ്വര പട്ടികയിലെ സ്ഥാനം 13-ാമതാണ്. വിഭജനത്തിന് ശേഷം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്തതോടെയാണ് അംബാനിയുടെ സ്വത്തിൽ കാര്യമായ വർധനവുണ്ടായത്. അതേസമയം ഇന്ത്യയിലെ സമ്പന്നരിൽ രണ്ടാമനായ ഗൗതം അദാനിക്ക് 2023 സമ്പത്തിൽ $37.3 ബില്യൺ കുറവുണ്ടായി. അദാനി ഗ്രൂപ്പ് ഓഹരികൾ നേരിട്ട തകർച്ചയാണ് ഇതിന് പ്രധാന കാരണം. നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി $83.2 ബില്യൺ ആണ്. 2023 പണം വാരിക്കൂട്ടിയവരിൽ HCL ടെക്കിന്റെ സ്ഥാപകനായ ശിവ് നഡാറാണ് രണ്ടാമത്. $9.47 ബില്യൺ വർധനവാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഈ വർഷമുണ്ടായത്. ഇതോടെ മൊത്തം ആസ്തി $34 ബില്യൺ HCL ടെക്കിന്റെ ഓഹരി വിലയിൽ 41% കുതിപ്പുണ്ടായതാണ് അദ്ദേഹത്തിന് നേട്ടമായത്. OP ജിൻഡാൽ ഗ്രൂപ്പിന്റെ മുൻ മേധാവി സാവിത്രി ജിൻഡാൽ $8.93 ബില്യൺ സമ്പാദ്യത്തിൽ ചേർത്ത് ഈ പട്ടികയിൽ മൂന്നാമതായി. DLFന്റെ ഓഹരി വിലയിൽ 91% വർധന രേഖപ്പെടുത്തിയതോടെ കുശാൽ പാൽ സിംഗ് ഈ വർഷം $7.83 ബില്യൺ സമ്പത്തിൽ ചേർത്തു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സമീപകാലത്തെ റെക്കോർഡ് വിൽപ്പനയാണ് അദ്ദേഹം നേട്ടമാക്കിയത്. 158 വർഷത്തെ പാരമ്പര്യമുള്ള എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയായ ഷപൂർജി പല്ലോൺജി ഗ്രൂപ്പിന്റെ ഷാപൂർ മിസ്ത്രിയാകട്ടെ ഈ വർഷം $7.41 ബില്യൺ ആണ് സമ്പാദിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി $35.2 ബില്യൺ ആണ്. ആദിത്യ ബിർള ഗ്രൂപ്പിലെ കുമാർ മംഗളം ബിർള, വരുൺ ബിവറേജസിലെ രവി ജയ്പൂരിയ, സൺഫാർമയിലെ ദിലീപ് സാങ്വി, ലോധ ഗ്രൂപ്പിലെ പ്രഭാത് ലോധ, എയർടെലിന്റെ സുനിൽ മിത്തൽ എന്നിങ്ങനെ നീളുകയാണ് പട്ടിക.